ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഒരു ഭിക്ഷ യാചിക്കുന്നവർ മാത്രം അദ്ദേഹം ഇട്ടേക്കുന്ന ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും, ഒരു ചെറ്റക്കുട്ടില്ല താമസിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വേണമെന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന മൾട്ടി ബില്യണിയറിലേക്ക് എത്താൻ പറ്റും. കാര്യം എന്താ? അവനവൻ്റെ മനസ്സിലെ ചിന്ത നിരന്തരം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കും, രക്ഷപ്പെടുന്നിട്ട് ഈ മനുഷ്യൻ നിരന്തരം, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഭിക്ഷ യാചിക്കാനായിട്ട് ഇങ്ങനെ ഭിക്ഷാപാത്രം കൊണ്ട് നടക്കുക. അപ്പോഴൊക്കെ ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിൽ നിരന്തരം ഇങ്ങനെ ചിന്തിക്കുകയാണ്, താനൊരു BMW കാറിൽ അല്ലെങ്കിൽ ഒരു ബെൻസ് കാറിൽ ഒരു മുതലാളി പോലെ ചാരി കിടക്കുന്നു, ഫ്രണ്ടിൽ ഡ്രൈവർ ഇരുന്ന് കാർ ഓടിക്കുന്നു. ഈ മനുഷ്യൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു. ഓഫീസിൽ 100 കണക്കിന് സ്റ്റാഫ്. ഇദ്ദേഹം കയറി ചെല്ലുമ്പോൾ അവരെഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് സർ ഇത് പറയുന്നു. അപ്പോൾ ഇത് ആ ഒരു ഓഫീസ് തുടങ്ങുന്നതും രക്ഷപ്പെടുന്നതും ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ഇത് നിരന്തരം കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിനറിയില്ല ഇദ്ദേഹം ശരിക്കും ഈ മാക്സിമം ഒരു ദിവസത്തെ മാക്സിമം ചിന്തകളും ഈ സ്വപ്നങ്ങളാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ റിയാലിറ്റി ചെയ്ത് ഇദ്ദേഹം വിഷ്വലൈസ് ചെയ്തതെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇതാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് വഴി തെളിയും. ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി എടുക്കും, അതടിച്ചാൽ മതിയല്ലോ. അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു സമ്പന്നനെ പരിചയപ്പെടും, അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഇനിയും അതാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ ഒരു വഴി തെളിയും എന്ന് വെച്ചാൽ പൈസ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വരുമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വരുമെന്നോ അല്ല, നമ്മളെ ആ ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ നമുക്കൊരു വഴി തെളിയും.